നമ്മുടെ ഉള്ളിൽ ഒരു ശബ്ദം എപ്പോഴും പറയും, സമയമുണ്ടല്ലോ, പിന്നെ ചെയ്യാം. പക്ഷേ ആ നിമിഷങ്ങൾ പതിയെ പതിയെ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ വില നമ്മൾ തിരിച്ചറിയുന്നത്. ചാണക്യ മഹാൻ പറഞ്ഞിട്ടുണ്ട്, സമയത്തെ വിലമതിക്കാത്തവൻ തന്റെ ഭാവിയെ തന്നെ നശിപ്പിക്കുന്നു. ഈ വാക്കുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. കാരണം ഒരു നിമിഷം പോലും നമുക്ക് നഷ്ടപ്പെടുത്താനില്ലാത്ത ഒരേയൊരു സമ്പത്ത് സമയമാണ്. കാലം നശിക്കുമ്പോൾ ധനം നശിക്കും, ധനം നശിക്കുമ്പോൾ ബന്ധങ്ങൾ നശിക്കും, ബന്ധങ്ങൾ നശിക്കുമ്പോൾ മനുഷ്യൻ തന്നെ നശിക്കും. ഈ വാക്കുകൾക്ക് ഒരുപാട് ആഴമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം സമയമാണ്. സമയം കൈവിട്ടുപോയാൽ ആദ്യം സാമ്പത്തിക ഭദ്രതയില്ലാതാകും. ധനം നശിച്ചാൽ നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴും. സ്നേഹബന്ധങ്ങൾ പോലും പണത്തിന്റെ പേരിൽ അകന്നുപോകുന്ന കാഴ്ചകൾ നാം കാണാറുണ്ട്. ഒടുവിൽ ഈ നഷ്ടങ്ങളെല്ലാം മനുഷ്യനെ ഒറ്റപ്പെടുത്തുകയും ജീവിതത്തെ തന്നെ തകർക്കുകയും ചെയ്യും. സമയമെന്നത് വെറുമൊരു സംഖ്യയല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ശ്വാസവുമാണ്. ചാണക്യൻ പറഞ്ഞത് എത്ര ശരിയാണ്. സമയം ഏതൊരാളുടെയും ഏറ്റവും വലിയ സമ്പത്താണ്. നഷ്ടപ്പെട്ട പണം നമുക്ക് വീണ്ടും സമ്പാദിക്കാം. ഒരുപക്ഷേ നല്ല സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടാൽ പുതിയവർ ലഭിക്കാം. എന്നാൽ ഒരു നിമിഷം പോലും നമുക്ക് തിരിച്ചു ലഭിക്കില്ല. ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു, കാലത്തെ ചെറുതായി കാണുന്നവൻ ഒരിക്കലും മഹാനാകില്ല. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു നാൾ അദ്ദേഹത്തിന് രാജ്യം നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു. പക്ഷേ ചാണക്യൻ സമയം പാഴാക്കിയില്ല. ഒരു നിമിഷം പോലും നിരാശയിൽ മുഴുകാതെ അദ്ദേഹം തന്ത്രങ്ങൾ മെനഞ്ഞു. ഓരോ നിമിഷവും ലക്ഷ്യത്തിനായി ഉപയോഗിച്ചു. അതിന്റെ ഫലമോ? മൗര്യ സാമ്രാജ്യം പുനർനിർമ്മിച്ച് ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ഭരണാധികാരിയെ സൃഷ്ടിച്ചു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സ്വയം പറയാറില്ലേ, ഇനി തുടങ്ങാം, അടുത്ത ആഴ്ച നോക്കാം, തിരക്ക് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന്? അങ്ങനെ പറഞ്ഞ് എത്ര സ്വപ്നങ്ങളാണ് നമ്മൾ പൊടി പിടിച്ച് ഉപേക്ഷിച്ചിരിക്കുന്നത്. പഠനം, ജോലി, ആരോഗ്യം, ബന്ധങ്ങൾ, എല്ലാത്തിലും ഈ മനോഭാവം നമ്മെ പിന്നോട്ട് വലിക്കും. സമയം നീങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കും. സമയത്തെ ബഹുമാനിക്കുക എന്നത് നമുക്ക് തന്നെയുള്ള ആത്മബഹുമാനമാണ്. ഓരോ നിമിഷവും ലക്ഷ്യബോധത്തോടെ പ്രയോജനപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഒരു ചെടിക്ക് വളരാൻ സൂര്യപ്രകാശവും വെള്ളവും ആവശ്യമുള്ളതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കാൻ കൃത്യമായ സമയവിനിയോഗം അനിവാര്യമാണ്. ചാണക്യൻ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സമയത്തെ കളയുന്നവൻ ജീവിതത്തോട് കളിക്കുന്നു. സമയം ദൈവത്തേക്കാൾ ശക്തിയുള്ളതാണ്. കാരണം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, അനുഗ്രഹം ചോദിക്കാം. പക്ഷേ കഴിഞ്ഞുപോയ ഒരു നിമിഷത്തെപ്പോലും തിരിച്ചു തരാൻ ദൈവത്തിനു പോലും സാധിക്കില്ല. അത്രയേറെ വിലപ്പെട്ടതാണ് ഓരോ നിമിഷവും. അതുകൊണ്ട് ഓർക്കുക, നമുക്കുള്ളത് ഈ നിമിഷമാണ്, ഇപ്പോഴത്തെ നിമിഷം. നാളെ എന്നത് ഉറപ്പില്ലാത്ത ഒരു വാക്കാണ്. ഇന്നത്തെ ഈ നിമിഷം ബുദ്ധിപൂർവം ഉപയോഗിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു ചുവട് വെക്കുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ചാണക്യ നീതിയുമായി വീണ്ടും കാണാം. നന്ദി.